ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവും ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 106 മുതൽ 108 വരെ. ഇന്നത്തെ കുറിവാക്യം 108 സങ്കീർത്തനം 2 വാക്യം. വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. 108 സങ്കീർത്തനം ദാവീദിന്റെ സ്തോത്രഗീതമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ 57 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 60 സങ്കീർത്തനത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും കൂട്ടിച്ചേർത്താണ് ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ചരിത്രമെന്ന് പറയുക നമുക്ക് അസാധ്യമാണ്. എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തുകയും വിജയത്തിനായി കാത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. അതേസമയം തന്നെ ദൈവത്തിൻ്റെ തുടർന്നുള്ള ഇടപെടലുകൾക്കായി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ നിന്നും ഏതാനും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അതികാലത്തെ ദൈവസ്തുതി ഉയർത്തുന്ന സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സ് ദൈവത്തെ സ്തുതിക്കുന്നതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ നിശ്ചയദാർഢ്യം ആദ്യ വാക്യങ്ങളിൽ തന്നെ നമുക്ക് പ്രകടമായി കാണുവാനായിട്ട് കഴിയുന്നു. അതികാലത്തെ ഉണർന്ന് കീർത്തനം പാടുന്നത് അത് ജീവിതത്തിൻ്റെ മുൻഗണന ആയതുകൊണ്ടാണ്. മാത്രവുമല്ല, സംഗീത ഉപകരണങ്ങൾ വായിക്കുവാനുള്ള തൻ്റെ പ്രാഗൽഭ്യം ദൈവസ്തുതിക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ തകർക്കുന്നതായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആ സാഹചര്യങ്ങളല്ല, പിന്നെയോ അതിരാവിലെ ദൈവമുഖം ദർശിക്കുവാനായിട്ട് ഇവിടെ തീരുമാനിക്കുകയാണ് അദ്ദേഹം. സാഹചര്യങ്ങൾ മാറ്റപ്പെടാം, എന്നാൽ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതിനാൽ നമ്മുടെ ജീവിതങ്ങളിൽ അതിരാവിലെ തന്നെ ദൈവമുഖം ദർശിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. രണ്ടാമതായിട്ട്, ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്ന സങ്കീർത്തനക്കാരൻ. ഇവിടെ 6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവിക വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന വീരനായകനായി ഇവിടെ ദൈവത്തെ ചിത്രീകരിക്കുന്നു. പല സ്ഥലങ്ങളെക്കുറിച്ചും പല ഗോത്രങ്ങളെക്കുറിച്ചും നാം ഇവിടെ കാണുന്നു. എന്നാൽ ഇവരിലൂടെയൊക്കെയുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ നിവർത്തിച്ചവനാണ് ദൈവം. യഹോവ തൻ്റെ ചെരുപ്പ് എറിയുന്ന ഇടമായി ഇവിടെ എദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമ സംസ്കാരത്തിൽ ചെരുപ്പ് എറിഞ്ഞ് അവകാശം സ്ഥാപിക്കുന്ന, അഥവാ ചെരുപ്പുകൾ കൈമാറി അവകാശം സ്ഥാപിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തൻ്റെ ജനത്തിന്മേൽ നടത്തുവാൻ കഴിവുള്ളവനായ ഈ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമഹത്വത്തെ വർണ്ണിക്കുകയുമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനക്കാരനെ പോലെ അതിരാവിലെ ദൈവമുഖം ദർശിക്കുന്നവരാകുവാനും അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കുമോ? അത്തരത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏഴകളായ ഞങ്ങൾക്ക് അതികാലത്തെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.